അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്ലാമും കമ്മ്യൂണിസവും എന്ന വിഷയത്തിൽ അധികരിച്ചാണ് ഇവിടെ പഠനം നടത്താൻ ആവശ്യപ്പെട്ടത്. അതിൽ സാമൂഹിക ഘടനയും മൂല്യങ്ങളും ഇസ്ലാമിലും കമ്മ്യൂണിസത്തിലും എന്ന വിഷയമാണ് ഞാൻ ചെറുതായി പഠനം നടത്തിയിട്ടുള്ളത്. സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയപരവുമായ ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. ഇവരുടെ പ്രധാന വാദം എല്ലാ ഉടമസ്ഥതകളില്ലാത്ത അഥവാ ഒരു ഭരണ സംവിധാനമേ ഇല്ലാത്ത ഒരു ലോകത്തെയാണ് കമ്മ്യൂണിസം സ്വപ്നം കാണുന്നത്. ലോകത്തിൽ ഇന്ന് വരെ നിലവിൽ വരികയോ ഇനി നിലവിൽ വരാൻ വളരെ വിരളമായ സാധ്യതകൾ ഉള്ളതോ ആയ ഒരു പ്രത്യയശാസ്ത്രം കൂടിയാണ് ഈ കമ്മ്യൂണിസം. തുടക്കത്തിൽ ധാരാളം ചർച്ച ചെയ്യപ്പെടുകയും ഏറെ ആളുകളെ ആകർഷിപ്പിക്കുകയും ചെയ്തെങ്കിൽ പോലും ഇതിന്റെ സാധ്യതകളും ഇത് ചെറിയ തോതിലെങ്കിലും നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള രാജ്യങ്ങളുടെ പിൽക്കാല അവസ്ഥകളും പരിഗണിച്ചുകൊണ്ട് കമ്മ്യൂണിസത്തെ പിന്നീട് ലോകത്ത് നിന്ന് മാഞ്ഞു പോകുന്നതാണ് ഇക്കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസത്തിന്റെ ബാഹ്യ തലം പരിശോധിക്കുമ്പോൾ ഇതിന്റെ മാർക്സിസ്റ്റ് സിദ്ധാന്ത പ്രകാരം കമ്മ്യൂണിസത്തിന് ഒരു സമൂഹത്തിൽ നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കില്ല. മറിച്ച് അതിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം സോഷ്യലിസമാണ്. അഥവാ എല്ലാം പൊതുവൽക്കരിച്ചുകൊണ്ട് ഒരു ഭരണത്തിന്റെ അല്ലെങ്കിൽ ഒരു നേതൃത്വം അത്ര പറയാൻ പറ്റും, അതിന് കീഴിൽ എന്ത് ചെയ്യണം, എല്ലാം അതിന്റെ ഉടമസ്ഥതയിലാവണം, എല്ലാവരെയും അവർ നിയന്ത്രിക്കുകയും എല്ലാം ഓഹരി നൽകപ്പെടുകയും ചെയ്യണമെന്നാണ്. ഇത് ക്രമേണ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ രണ്ടാം ഘട്ടമായി കമ്മ്യൂണിസം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരും. അഥവാ പിന്നെ എല്ലാവരും ഇങ്ങനെ വീതം വെച്ച് സ്വകാര്യ ഉടമസ്ഥതകളെ മൊത്തം എടുത്തു മാറ്റപ്പെട്ട് എല്ലാം വീതം വെച്ച് കഴിയുമ്പോൾ പിന്നെ എല്ലാവരും സമന്മാരായാൽ പിന്നെ അവിടെ ഉയർന്ന ആളുകളും താഴ്ന്ന ആളുകളും ഇല്ല. എല്ലാവരും സമന്മാരായതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങളില്ലാത്തതിനാൽ തന്നെ അവിടെ ഭരണ സംവിധാനമോ ഒരു നിയമവ്യവസ്ഥയോ അല്ലെങ്കിൽ മറ്റോ വേണ്ട ആവശ്യമില്ല. ഇതാണ് ഇവരുടെ സ്വപ്നം, അഥവാ ഇവർ വിഭാവനം ചെയ്യുന്ന ആശയം. ഇനി ഇവരുടെ ഈ ആശയം കൊണ്ടുവന്നാലുള്ള സാമൂഹിക ഘടന തകരും എന്നാണ് ഇസ്ലാമിക അടിസ്ഥാനത്തിലുള്ള പഠനത്തിലൂടെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പുരാതന കാലം മുതൽക്ക് തന്നെ മനുഷ്യർ സാമൂഹികമായാണ് ജീവിച്ചത്. പരസ്പരാശ്രയത്വം, അതുപോലെ ഒരു വിഭാഗം നേതൃത്വം നൽകാനും മറ്റൊരു വിഭാഗം അവരുടെ കീഴിലായി ജീവിക്കാനും, അങ്ങനെയുള്ള ഒരു കുടുംബാടിസ്ഥാനത്തിലും നാടുകൾ അടിസ്ഥാനപ്പെടുത്തിയും ഒക്കെയാണ് ഇവിടെ ആളുകൾ ജീവിച്ചു വന്നിട്ടുള്ളത്. പക്ഷെ കമ്മ്യൂണിസം കമ്മ്യൂണിസം വ്യക്തികളെ വെറും ജീവിച്ച് മരിച്ചു പോകാനുള്ള ഒരു ജൈവോൽപ്പന്നമായി മാത്രം, അല്ലെങ്കിൽ ഒരുപാട് അധ്വാനിക്കുക, അത് വീതം വെക്കുക എന്നുള്ള ഒരു അവസ്ഥയിൽ മാത്രമാണ് മനുഷ്യനെ കാണുന്നത്. മനുഷ്യനിൽ അന്തർലീനീയമായ മൂല്യങ്ങളെ, ഗുണങ്ങളെ അവർ കാണുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിലേക്ക് അടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്ലാം വ്യക്തമായ ഒരു സാമൂഹിക ഘടന സംവിധാനിക്കുന്നുണ്ട്. നിങ്ങളിൽ അറിവുള്ളവർ കുറച്ചുകൂടി ഉയർന്ന സ്ഥാനക്കാരാണെന്നും നിങ്ങളിൽ നേതൃത്വം നൽകാൻ കഴിയുള്ളവർ നേതൃത്വം നൽകണമെന്നും കൂടി ഇസ്ലാം വിഭാവനം ചെയ്യുന്നുണ്ട്. സാമൂഹിക മൂല്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ ഇവരുടെ പല രാജ്യങ്ങളിലായും ഇവർ നടത്തിയ അക്രമങ്ങൾ, ഇവരുടെ ആശയങ്ങൾ കൊണ്ടുവരാനുള്ള ഇവരുടെ ശ്രമങ്ങൾ 1910 ഈ കമ്മ്യൂണിസത്തിന്റെ നേതാവ് ലെനിൻ പറയുകയുണ്ടായി, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പോരാളിക്ക് വഞ്ചനയോ അല്ലെങ്കിൽ നിന്ദ്യതയുടെയോ അല്ലെങ്കിൽ വ്യതിയാനത്തിന്റെയോ ഏത് മാർഗത്തിലൂടെയും ഈ കമ്മ്യൂണിസ്റ്റ് ആശയം പ്രചരിപ്പിക്കാമെന്നാണ്. ഇതേ ആശയത്തെ തന്നെ ഇദ്ദേഹം വീണ്ടും 1918 സോവിയറ്റ് വിപ്ലവാനന്തരം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിക്ക് അവന്റെ സദാചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും തുടച്ചു നീക്കി
അവസരത്തിനൊത്ത വിധം വ്യാജവും വഞ്ചനയും സത്യഭ്രംശവും കൈക്കൊള്ളാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അവൻ ഒരിക്കലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് തന്നെ ആവില്ല. അപ്പൊ യാതൊരു മൂല്യങ്ങളും ഇല്ലാത്ത ജീവിതം, യാതൊരു ഘടനയും ഇല്ലാത്ത സമൂഹം, ഇതൊക്കെയാണ് ഇവർ വിഭാവനം ചെയ്യുന്നത്. ഇസ്ലാം എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ സ്നേഹത്തിന്, സഹനത്തിന്, അതുപോലെ തന്നെ പരസ്പര സഹായങ്ങൾക്ക് സക്കാത്ത് നമുക്കറിയാം. സക്കാത്ത് പാവങ്ങളെ സഹായിക്കാനും, അതിന് പണമുള്ളവർ പാവങ്ങളെ സഹായിച്ചുകൊണ്ട് അവിടെ ഒരു നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ, ഒപ്പം കുടുംബ വ്യവസ്ഥക്ക്, കുടുംബ ബന്ധം ചേർക്കലിന്, അയൽവാസി ബന്ധങ്ങൾ ചേർക്കലിനൊക്കെ ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കമ്മ്യൂണിസം പോലെ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നില്ല. സത്യത്തിൽ ഇവർ വിഭാവനം ചെയ്യുന്നത് ലോകം മുഴുവനും ഒരു സമൂഹമായി, അല്ലെങ്കിൽ ഒരേ തട്ടിലുള്ള ആളുകളായി മാറണമെന്നാണ്. പക്ഷെ ഇവരുടെ ആശയങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? ഇവർ വ്യക്തികളേക്ക് ചുരുങ്ങുന്ന ആശയമാണെന്നാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത വിഭാഗം. ഇവർ ചെയ്ത മനുഷ്യക്കുരുതികളുടെ കണക്കുകൾ ഭീതിതമാണ്. 100 ചില്ലാനം മില്യൺ മനുഷ്യരെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി, അതിൽ ലെനിന് വരും, സ്റ്റാലിന് വരും, മാവോ സേതുങ് വരും, ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നായി ഇവർ മനുഷ്യക്കുരുതികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു ആശയത്തെ ഇസ്ലാം പ്രതിരോധിക്കുന്നത്, ഇസ്ലാമിന്റെ രാഷ്ട്രീയ മൂല്യങ്ങൾ നമുക്കറിയാം, ഇസ്ലാം വളർന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. യഥാർത്ഥ വിധം ഇസ്ലാമികപരമായി യുദ്ധം നടന്നത് അതിന്റെ ആവശ്യകതക്കനുസരിച്ച് മാത്രമാണ്. മറ്റിടങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിച്ചത് അതിന്റെ മനോഹാരിത കൊണ്ടാണ്, അത് വിഭാവനം ചെയ്യുന്ന മാനുഷിക മൂല്യങ്ങൾ കൊണ്ടാണ്. അല്ലാതെ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ മില്യൺ കണക്കിനോ മനുഷ്യരെ ഭൂമുഖത്ത് നിന്ന് അതേപോലെ തുടച്ചു നീക്കപ്പെട്ടിട്ടല്ല ഈ ഇസ്ലാം ഇവിടെ വളർന്നു വന്നത്. ഇനി വിശാലമായൊരു പഠന സാധ്യതയുള്ള വിഷയമാണ് കമ്മ്യൂണിസവും അതേപോലെ ഇസ്ലാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഇവരുടെ സാമൂഹിക ഘടനയും സാമൂഹിക മൂല്യങ്ങൾ നശിക്കുമ്പോൾ തന്നെ സാമൂഹിക ഘടന സ്വമേധയാ നശിപ്പിക്കപ്പെടും എന്നും ഇസ്ലാം ഇതിനൊക്കെ പ്രതിവിധി പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് ഞാനിവിടെ അല്പമെങ്കിലും കമ്മ്യൂണിസം നമ്മൾ ചിന്തിക്കും ഇസ്ലാമിന്റെ മാത്രം
ഇസ്ലാമിനോട് മാത്രമാണ് കമ്മ്യൂണിസം എതിരിടുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തോടും സോഷ്യലിസത്തിന്റെ തന്നെ മൂല ഗുണങ്ങളോടൊക്കെ ഇവരുടെ ആശയങ്ങൾ എതിരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ ഇവർ പുതിയ രൂപത്തിലുള്ള ഇവരുടേതായ വളച്ചൊടിക്കലുകൾ നടത്തപ്പെട്ട കമ്മ്യൂണിസത്തിന്റെ പിതാക്കന്മാരുടെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ച കമ്മ്യൂണിസമാണ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഇസ്ലാമിൻ്റെ ആശയങ്ങളാണ് കൂടുതൽ ഭംഗി, അതാണ് മതം, അതാണ് ശരി എന്നും കമ്മ്യൂണിസം ഒരിക്കലും ലോകത്തിൽ ഇതുവരെ നടന്നിട്ടില്ല, ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഭരണം എവിടെയുമില്ല, ഇനി ഭാവിയിലും വരാനുള്ള സാധ്യതയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതിനുള്ള റെഫറൻസ് സോഷ്യലിസം, കമ്മ്യൂണിസം, ഇസ്ലാം, എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പരിഭാഷ ജയശങ്കർ മേനോൻ, ഇസ്ലാമും കമ്മ്യൂണിസവും തെളിച്ചം മാസിക 23/4/2024 ഇന്റർനെറ്റിൽ പുനഃപ്രസിദ്ധീകരിച്ച KV മുഹമ്മദ് മുസ്ലിയാർ ഉസ്താദിൻ്റെ ഇസ്ലാം കമ്മ്യൂണിസം എന്നുള്ള ലേഖനം, പിന്നെ ഈ കമ്മ്യൂണിസം നടത്തിയ കൊലപാതകങ്ങൾ, മനുഷ്യഹത്യകൾക്കും മറ്റും ഉള്ള കണക്കുകൾക്ക് വേണ്ടി വിക്കിപീഡിയയിലും ചില തിരച്ചിലുകൾ നടത്തിയിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.